നന്ദ സാറേ, നന്ദ സാറേ, കിടന്ന് കീറാതെ. ഗുഡ് മോർണിംഗ് സാർ. നന്ദ സാറല്ലേ? സാറേ, ബ്രേക്ക്ഫാസ്റ്റിനല്ലേ? അത് മേശപ്പുറത്തിരിപ്പുണ്ട്. അയ്യോ അല്ല സാർ, ഇന്ന് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട. അതെന്താ സുകുമാരാ, ഇന്ന് വീട്ടിൽ നിന്ന് കഴിച്ചോ? അയ്യോ അതല്ല സാർ, സാറിന് മെഡലും എനിക്ക് പ്രമോഷൻ കിട്ടുന്ന ഒരു ഉഗ്രം കോളത്ത് വന്നിട്ടുണ്ട്. സാർ താൻ കാര്യം പറ. ദുബൈയിലുള്ള അളിയനെ വിളിക്കാൻ ഞാൻ STD ബൂത്തിൽ ചെന്നതാ. അവിടെ വെച്ച് ഒരുത്തിന്റെ രഹസ്യ സംഭാഷണം ഞാൻ കേട്ടു. എന്ത് സംഭാഷണം? പൂമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വിഗ്രഹങ്ങളും ആഭരണങ്ങളും മുട്ടിച്ചുകൊണ്ട് ഒരു കൂട്ടം കള്ളന്മാർ കാറി പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ചെന്ന കല്ലേപ്പിടി ചെക്ക് പോസ്റ്റ് ഇട്ട് നമുക്ക് അവരെ കയ്യോടെ പിടിക്കാം. എന്നാ പിന്നെ എനിക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, ലഞ്ചും വേണ്ട. ഡ്യൂട്ടി അല്ലേ നമുക്ക് വലുത്? തീർച്ചയായും. ജീവൻ പണയപ്പെടുത്തിയാണെങ്കിൽ നമുക്ക് കള്ളന്മാരെ പിടിക്കാം. ആ ഷൂട്ടോട്ട് പോകുന്നുണ്ടാ? ഞാൻ എടുത്തോളാം, സാർ നടന്നോ. ഇവിടെ ഇതെന്താ ചാനലും പത്രക്കാരും ഒക്കെ ഇവിടെ? അവരെയൊക്കെ ഞാൻ വിളിച്ചിട്ട് വന്നാണ് സാർ. എന്തിന്? ഇത്രയും പ്രമാദമായ കേസിലെ പ്രതികളെ നമ്മൾ കയ്യോടെ പിടിക്കുന്നത് TV-യിലൂടെ ലോകം മുഴുവൻ കാണട്ടെ സാർ. ഇല്ലെങ്കിലുണ്ടല്ലോ ഇതിന്റെ ക്രെഡിറ്റ് മുഴുവനും SP IG കൂടെ അടിച്ചെടുക്കും. അല്ല എന്നാലും അത് പിന്നീട്. എന്നാലും ഇല്ല സാർ. KL 4232 അവന്മാര് പറഞ്ഞ കാറ്. ബ്ലോക്ക് റെഡി ഫോർ ആക്ഷൻ ആൻഡ് ചാർജ്. എല്ലാത്തിനും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എവിടെയാ തൊണ്ടി? ശരി നോക്ക് സുകുമാര, സ്വർണ്ണ വിഗ്രഹം മിനിമം 1 കോടി രൂപയെങ്കിലും വരും. ഒന്നല്ല സാർ, കുറഞ്ഞത് 5 കോടി രൂപ വില വരും. 5 കോടിയോ? ബാക്കി നോക്കട്ടെ. നോക്ക് സുകുമാര, ഒരു മിനി പത്മനാഭസ്വാമി ക്ഷേത്രമാര് കൊള്ളയടിച്ചത്. നിധിയല്ലേ സാർ, നിധി. സത്യം പറ, എപ്പോ എങ്ങനെയാണ് ഈ മോഷണം നടത്തിയത്? സത്യമായിട്ട് ഞങ്ങൾ മോഷ്ടിച്ചല്ല. പിന്നെ ഈ ആഭരണങ്ങളൊക്കെ താനേ വന്ന് വണ്ടിക്കകത്ത് കയറോടാ. STD ബൂത്തിൽ നിന്ന് വിളിക്കുന്നത് ഞാൻ ചെവി കൊണ്ട് കേട്ടതാണ്. അത് ഒറിജിനൽ വിഗ്രഹം ഒന്നും അല്ല സാറേ. ഞാൻ പറയാം സാർ, ഞാൻ പറയാം. ഞങ്ങള് ബാലക്കാരാ സാർ. ബാലക്കാരാ? ഞങ്ങളുടെ വണ്ടി കേടായത് കൊണ്ട് ഈ വണ്ടി കയറ്റി ഇവിടെ ഫോൺ ചെയ്ത് പറഞ്ഞതാ സാറേ. സാറിന് പറ്റിയ അബദ്ധത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നോ കമന്റ്.